കുമരവേലിൻ്റെ അമ്മ പറഞ്ഞു, സലൂൺ തുടങ്ങാനോ? കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ചത് സലൂൺ തുടങ്ങാനല്ല. ബന്ധുക്കൾ ചോദിക്കുമ്പോൾ എന്ത് പറയും, നീ സലൂൺ നടത്തുകയാണെന്നോ? നടക്കില്ല, അമ്മ എതിർ പറയിച്ചു. മാത്രമല്ല, നേരത്തെ മറ്റു ചില സംരംഭങ്ങൾ പരീക്ഷിച്ച കുമരവേലിന് കുറച്ച് കടമുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ 5 കോടിയോളം രൂപ. ബിസിനസ്സുകാരനായ സഹോദരൻ കുമരവേലിൻ്റെ കടം വീട്ടാമെന്ന് സമ്മതിച്ചു. ഒറ്റ കണ്ടീഷൻ, ഇനി മേലാൽ കുമരവേൽ സംരംഭം ചെയ്യരുത്. ഇമോഷണൽ പേഴ്സണായ കുമരവേലിന് സംരംഭം വഴങ്ങില്ല. അതായിരുന്നു സഹോദരൻ്റെ നിലപാട്. അമ്മയുടെ എതിർപ്പും സഹോദരൻ്റെ ഓഫറും കുമരവേലിനെ ചുറ്റിവരിഞ്ഞു. അദ്ദേഹത്തിന് മുന്നിൽ 2 വഴികളുണ്ട്. സഹോദരൻ്റെ കനിവിൽ കടം വീട്ടി സംരംഭകത്വം എന്നേക്കുമായി ഉപേക്ഷിച്ച് കംഫർട്ടബിളായി ജീവിക്കാം. 2, ആ ഓഫർ നിരസിച്ച് മനസാക്ഷി പറയുന്നത് കേട്ട് വീണ്ടും സംരംഭകത്വത്തിൻ്റെ സാഗരത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റുള്ള ജീവിതം നയിക്കാം. രണ്ടാമത്തേത് റിസ്ക്കാണ്. ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ ജീവിതം അവിടെ കഴിയും. വീണയും കുമരവേലും റിസ്ക്കുള്ള ആ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. 2000 ആണ്ടിൽ വീണ കുമരവേൽ ചെന്നൈയിൽ ആദ്യ സലൂൺ തുടങ്ങി, നാച്ചുറൽ സലൂൺ. സാധാരണ വരുമാനമുള്ള ഒരാൾക്ക് പോലും അഫോർഡബിളായ ആദ്യ പ്രീമിയം സലൂൺ. സംരംഭം ഉപേക്ഷിക്കുമെങ്കിൽ നിന്റെ കടം വീട്ടാമെന്ന് പറഞ്ഞ അതേ സഹോദരൻ്റെ കയ്യിൽ നിന്ന് കുമരവേൽ വാങ്ങിയ മൂലധനവുമായി തുടങ്ങിയ ബിസിനസ്. സലൂൺ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒന്നും അറിയാത്ത വീണ തുടങ്ങിയ നാച്ചുറൽ സലൂൺ എന്ന സംരംഭം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സലൂൺ ചെയിനായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലാകെ 1000-നടുത്ത് ഫ്രാഞ്ചൈസികൾ. ഇന്ത്യയിലെ സലൂൺ ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചിരുന്ന വമ്പൻ വിദേശ ബ്രാൻഡുകളുടെ കുത്തകയെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഈ വനിതാ സംരംഭം തകർത്തു കളഞ്ഞു. ചെന്നൈയിലെ KNK റോഡിൽ തുടങ്ങിയ നാച്ചുറൽസ് ഇന്ന് ലണ്ടനിലും സിംഗപ്പൂരിലും ഗൾഫിലുമായി വളർന്നു പന്തലിച്ചു. 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ലോകമാകെ വളരുന്ന സലൂൺ ബ്രാൻഡായി നാച്ചുറൽസ് പന്തലിച്ചിരിക്കുന്നു.